ഹലോ ബ്യൂട്ടിഫുൾ സോൾസ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ പേഴ്സണലി കറന്റ് എനർജിയാണ്. റിലേഷൻഷിപ്പിലെ ഫ്യൂച്ചറിൽ എന്തൊക്കെ ഈ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഹീലിംഗ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുന്നതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ഒരു ടൈംലെസ് റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ഒരു ജനറൽലെസ് റീഡിംഗ് ആണ്. നിങ്ങളുടെ എനർജിയായിട്ട് മാച്ച് ചെയ്യുന്നവർ മാത്രം ഇത് അക്സെപ്റ്റ് ചെയ്യാം, അല്ലാത്തവർ ഇത് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ് റിലീസ് ചെയ്യാം. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. എല്ലാവരും മൈൻഡൊക്കെ വളരെ കാം ആൻഡ് ക്വയറ്റ് ആൻഡ് റിലാക്സ്ഡ് ആയിട്ടിരിക്കും. സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു എനർജി വെച്ചിട്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു വളരെ ഡീപ്പായിട്ടുള്ള ഒരു കണക്ഷൻ ആണ്. ഇതൊരു കാഷ്വൽ റിലേഷൻഷിപ്പ് അല്ല, ഒരു ടൈം പാസ് അല്ല. ഇത് മൈൻഡ് ലെവലിൽ നല്ല രീതിയിൽ ഒരു അട്രാക്ഷൻ വന്ന ഒരു റിലേഷനാണ്. നല്ലതുപോലെ ഒരു സോൾ ട്രിഗറും കാര്യങ്ങളും ഒക്കെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ട്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഈ വ്യക്തിക്ക് ഫീലിങ്സ് ഉണ്ട്, പക്ഷെ അത് എക്സ്പ്രസ് ചെയ്യാനുള്ള മെച്യൂരിറ്റിയോ അല്ലെങ്കിൽ ആ ഒരു ധൈര്യമോ ഈ ഒരു പേഴ്സണ് ഇല്ല. അപ്പോൾ ഇത് ഒരു ഇമോഷണലി നിങ്ങളെ അവോയ്ഡ് ചെയ്യുവാണോ, അല്ലെങ്കിൽ അയാളുടെ ഉള്ളിലുള്ള ഫീലിങ്സിനെ അയാൾ അവോയ്ഡ് ചെയ്യുവാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു തരത്തിൽ നമുക്ക് പറയാം അയാൾ അവോയ്ഡ് ചെയ്യുക തന്നെയാണ്. അവർക്ക് ലവ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്, അത് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന് എത്രത്തോളം വിശ്വസിക്കണം, അത് എന്താകും, അതെങ്ങനെയൊക്കെയാണ്, എന്താണ് അതിന്റെ തിരിച്ചടി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് വളരെയധികം ഭയമുള്ളൊരു വ്യക്തിയാണ് നിങ്ങളുടെ ആ ഒരു പേഴ്സൺ. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും മേ ബി ഇതിന് മുന്നൊരു റിലേഷൻഷിപ്പ് അതല്ലെങ്കിൽ റിലേഷൻ ഉള്ള പോസ്റ്റിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആളുമായിരിക്കും. അവിടെ നിന്ന് അയാൾക്ക് കിട്ടിയിരിക്കുന്ന അല്ലെങ്കിൽ ജീവിതത്തിൽ കിട്ടിയിരിക്കുന്ന ഒരു ഇഷ്ടം എന്ന് പറഞ്ഞാൽ വളരെ സങ്കടകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ അയാൾ ഓട്ടോമാറ്റിക്കലി ഒരു സെൽഫ് പ്രൊട്ടക്ഷൻ മെക്കാനിസത്തിലേക്കാണ് പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആരും ജെന്യൂൻ ആയിട്ടുള്ള ഒരു സ്നേഹം കാണിച്ചാലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പേടി, എക്സ്പ്രസ് ചെയ്യാനുള്ളൊരു ഭയം, ഇതൊക്കെ ഈ ഒരു പേഴ്സണ് ഉള്ളത്. അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്നെ തന്നെ ഹേർട്ട് ചെയ്യാണ്. എനിക്ക് തന്നെ അത് പ്രശ്നമാവും. അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ലൈഫ് വെച്ച് നോക്കുമ്പോൾ എന്ത് കാര്യം ഞാൻ ഇഷ്ടത്തോടുകൂടെ ചെയ്താലും അല്ലെ എത്ര ആത്മാർത്ഥതയോടുകൂടെ എന്ത് ആൾക്കാർക്ക് ചെയ്താലും ലാസ്റ്റ് എനിക്ക് തന്നെ പണി കിട്ടും, ഞാൻ തന്നെ ഹേർട്ടാവും എന്ന് സബ് കോൺഷ്യസ് ലെവലിൽ ഒരു വിശ്വാസം ആ ഒരു പേഴ്സണിന്റെ മൈൻഡിൽ കയറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു പേഴ്സണ് ശരിക്കും പറഞ്ഞിട്ട് ഒരു ഡിസിഷൻ മേക്കിംഗ് ടൈമാണ്. അപ്പോൾ ഇനി അയാളുടെ ഉള്ളിലുള്ള ഫീലിങ്സ് ഒന്നും അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. ഇവരുടെ മൈൻഡ് ഇപ്പോൾ എന്താണ് വളരെ അധികം ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? നിങ്ങളെ അല്ലെങ്കിൽ നിങ്ങളോട് ഇഷ്ടം തുറന്നു പറയാം, അല്ലെങ്കിൽ എന്താണോ ഉള്ളത് അത് ക്ലിയർ ആയിട്ട് പറയാന്ന് പറഞ്ഞുകൊണ്ട് മൈൻഡിൽ നിന്ന് നല്ല രീതിയിൽ മൈൻഡ് ഫോഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സ്വപ്നങ്ങളും നിങ്ങളുടെ ഓർമ്മകളും എവിടെ നോക്കിയാലും നിങ്ങളുടെ ഫേസ്, അങ്ങനെയുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു പേഴ്സന്റെ ലൈഫിൽ ഇപ്പൊ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സത്യം അയാൾക്ക് ഇഗ്നോർ ചെയ്യാൻ ഇനി പോസിബിൾ അല്ല. പിന്നെ അതുകൊണ്ട് തന്നെ അയാൾക്ക് മനസ്സിലായിട്ടുണ്ട് അയാളിപ്പോൾ നഷ്ടപ്പെടുത്തിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു സാധാരണ കണക്ഷൻ അല്ല. അയാളുടെ ജീവിതത്തിൽ അയാൾ ആത്മാർത്ഥമായിട്ട് അറിഞ്ഞുകൊണ്ടും എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ തിരിച്ചു വന്നൊരു സ്നേഹമാണ് എന്ന് ആ ഒരു പേഴ്സണ് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് എനർജിയാണ്. മേ ബി സോഷ്യൽ മീഡിയ വഴി ചെക്കിങ് ആയിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങളുടെ വാട്സപ്പ് സ്റ്റാറ്റസ്, അതല്ലെങ്കിൽ നിങ്ങളുടെ പഴയ ചാറ്റുകളൊക്കെ വീണ്ടും വായിക്കുന്നുണ്ടായിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾ 24 മണിക്കൂർ മൈൻഡിൽ ആ ഒരു പേഴ്സൺ ഓർക്കുന്നുണ്ടായിരിക്കും. അതും അല്ലെങ്കിൽ ഒട്ടും സോൾവ് ചെയ്യാൻ പറ്റാത്ത അൺസോൾവ്ഡ് ആയിട്ടുള്ള അറ്റാച്ച്മെന്റുകളും കാര്യങ്ങളും ഉണ്ടല്ലോ. അപ്പൊ ആ ഒരു അറ്റാച്ച്മെന്റ് സിസ്റ്റം അയാളുടെ ഒരു മൈൻഡിൽ അല്ലെങ്കിൽ അയാളുടെ ഇതിൽ ആക്ടിവേറ്റ് ചെയ്തിട്ട് അതും വളരെയധികം അയാൾക്ക് ആ ഒരു എനർജി ഫീഡ് ചെയ്യുന്നുണ്ട്. മനസ്സിലായി? അപ്പൊ എപ്പോഴും എന്ത് ചെയ്താലും ഇങ്ങോട്ട് നോക്കിയാലും എല്ലാം നിങ്ങളുടെ തോട്ട്സും നിങ്ങളുടെ കാര്യങ്ങളും മാത്രമാണ് ആ ഒരു പേഴ്സന്റെ മൈൻഡിലും തലയിലും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പറഞ്ഞാൽ പുറത്ത് വളരെ കാമും ഇൻസൈഡിൽ വളരെയധികം നല്ലതുപോലെ കത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു പേഴ്സൺ. അപ്പൊ ഇവർ ശരിക്കും പറഞ്ഞപ്പോൾ ഒരു ലോജിക്കലി ബിഹേവ് ചെയ്യാൻ ശ്രമിക്കുകയാണ്, പക്ഷെ ഇമോഷണലി അവരുടെ ഉള്ളിലുള്ള എല്ലാ വികാരങ്ങളും എല്ലാ സ്നേഹങ്ങളും എല്ലാം അവര് കൺട്രോൾ ചെയ്ത് പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് സമയങ്ങളിൽ അവർക്ക് ഈ ഒരു അതായത് നിങ്ങളെ ഇപ്പോൾ അവോയ്ഡ് ചെയ്യുന്നതും നിങ്ങളോട് ഇങ്ങനെ ചെറിയൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നതും ഒക്കെ അവർക്ക് പോലും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം വെച്ചാൽ അവരുടെ കൂടെയുള്ള സ്നേഹം അവർക്കിപ്പം മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് അവർ ഒരുപാട് ട്രിഗർ ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ പുറത്ത്
ലോജിക്കലി മറ്റുള്ളവരോട് സംസാരിക്കാൻ വളരെ കാമാവെങ്കിലും ഉള്ളിൽ ആ ഒരു പേഴ്സൺ വളരെയധികം വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് ഉണ്ടാകണ്ട, അല്ലെങ്കിൽ മറ്റുള്ളവർ കണ്ടു കഴിഞ്ഞാൽ നെഗറ്റീവ് നിങ്ങളെക്കുറിച്ച് വിചാരിക്കേണ്ട, അല്ലെങ്കിൽ വേണ്ടാത്തത് നിങ്ങളെപ്പറ്റി പറഞ്ഞ് പരത്തണ്ട എന്നൊക്കെ ഓർത്ത് തന്നെ വേറുള്ള ആൾക്കാർ പരത്തും എന്നൊക്കെ ഓർത്ത് തന്നെയാണ് ആ ഒരു പേഴ്സൺ കുറേയൊക്കെ കൺട്രോൾ ചെയ്യുന്നതും അല്ലെങ്കിൽ കുറേയൊക്കെ മാറി നിന്നിട്ടൊക്കെ ഉള്ളത്. പക്ഷെ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ആ പേഴ്സന്റെ കൈവിട്ട് പോകും എന്നൊരു രീതിയിൽ തന്നെയാണ് അവരുടെ മൈൻഡ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഒരു കെമിസ്ട്രി നല്ലതുപോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുമായിട്ടുള്ള ആ ഒരു സ്പാർക്ക്, അതല്ലെങ്കിൽ എന്താ പറയാ, ഒരു പെട്ടെന്നുണ്ടായ ആ ഒരു സഡൻ ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ്, ഇതൊക്കെ വളരെ സ്ട്രോങ്ങും അതുപോലെ തന്നെ വളരെ ഭ്രാന്തമായിട്ടും ഒക്കെ തന്നെ അവർക്കിപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. എത്രത്തോളം മറച്ചു വെക്കാം എന്ന് ഓർത്താലും നിങ്ങളെ കാണുമ്പോഴും അല്ലെങ്കിൽ നിങ്ങളുടെ വാക്കുകൾ കേൾക്കുമ്പോഴും അല്ലെങ്കിൽ എന്തും അയാൾക്കിപ്പോൾ പറ്റുന്നില്ല. വളരെ ഭ്രാന്തമായിട്ടുള്ള ചിന്തകളും കാര്യങ്ങളൊക്കെ തന്നെയാണ് നിങ്ങളെ പറ്റി ഒരു പേഴ്സണ് ഓർക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ ഉറക്കങ്ങളിലും ഇപ്പോ 24 മണിക്കൂർ മൈൻഡിൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു വ്യക്തിയോടൊപ്പം ഞാൻ ഹാപ്പി ആയിരിക്കും, അതായത് നിങ്ങളോടൊപ്പം ആ ഒരു പേഴ്സൺ വളരെ ഹാപ്പി ആയിരിക്കും. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ഇമോഷണലി എനിക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യും. ഇമോഷണലി മെന്റലി ഒക്കെ നിങ്ങൾ എല്ലാ തരത്തിലും സപ്പോർട്ട് ചെയ്യും. നിങ്ങളോട് നല്ല രീതിയിലൊരു ഫിസിക്കൽ അട്രാക്ഷൻ ആ ഒരു പേഴ്സൺ ഉണ്ട്. അട്രാക്ഷൻ മാത്രമല്ല ആ പേഴ്സൺ ഉള്ളത് നിങ്ങൾ അയാളുടെ ഒരു ഇമോഷണൽ സേഫ്റ്റി ആണ് എന്ന് തന്നെ ആ ഒരു പേഴ്സൺ തിരിച്ചറിഞ്ഞിരിക്കുന്നു. മനസ്സിലായോ? അപ്പോൾ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത്ര നാൾ മറച്ചു വെച്ച കാര്യങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് കാര്യങ്ങളും ഒക്കെ ആ ഒരു പേഴ്സൺ തന്നെ പുറത്തു വന്ന് ഇനി അത് നിങ്ങളോട് പറയണം എന്നാണ് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാല് ഇത്രയും നാളും ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു നാടകം അല്ലെങ്കിൽ ആ ഒരു ഡ്രമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ അടുത്തോട്ട് തിരിച്ചു വരണം, ചെറിയ രീതിയിൽ സംസാരിക്കണം. ഇനി നിങ്ങളെ ടെസ്റ്റ് ചെയ്യാൻ എനിക്ക് വയ്യ, അതിനുള്ളൊരു എനർജി എൻ്റെ കയ്യിലില്ല. മനസ്സിലായി? അപ്പൊ എനിക്ക് ഇനിയെല്ലാം എൻ്റെ കൈവിട്ട് പോകും, ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ എൻ്റെ ജീവിതത്തിൽ നിന്ന് പോകും എന്ന് ആ ഒരു പേഴ്സണ് തോന്നി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ എങ്ങനെയെങ്കിലും നിങ്ങളുടെ ഏതെങ്കിലും തരത്തിൽ കണക്ട് ചെയ്യാൻ വേണ്ടി ആ ഒരു പേഴ്സൺ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കണക്ഷൻ ശരിക്കും പറഞ്ഞാൽ അവരുടെ മൈൻഡിലൊരു ബാധ്യതയോ അതല്ലെങ്കിൽ അങ്ങനത്തെ ഇതൊന്നും ഇല്ല കേട്ടോ. അപ്പൊ ഇയാൾക്ക് ശരിക്കും പറഞ്ഞാൽ ആത്മാർത്ഥത ആയിട്ടുള്ള ഒരു സ്നേഹം തന്നെയാണ്. പക്ഷെ നിങ്ങളോട് കാണിച്ചിട്ടുള്ള ആ ഒരു അവോയ്ഡ് ചെയ്തുള്ള ഇതൊക്കെ ഉണ്ടല്ലോ, അതിനോട് വളരെ ഗിൽറ്റിയും അതുപോലെ തന്നെ അതിനെ പറ്റി ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്, അതിനെപ്പറ്റി റിഗ്രറ്റും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യങ്ങളൊന്നും സോൾവ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഈ ഒരു പേഴ്സന്റെ മൈൻഡ് വളരെയധികം ഡിസ്റ്റർബ്ഡ് ആണ്. ഓക്കെ. അപ്പോ ആ ഒരു പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ അടുത്തോട്ട് വരാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ഒരു എനർജി എന്ന് പറഞ്ഞാല് നിങ്ങൾ ജെന്യൂൻ ആയിട്ടുള്ളൊരു പേഴ്സൺ, ഇമോഷണലി ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അത് അവർക്ക് നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിലും അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യം ഓർക്കുമ്പോൾ വളരെയധികം കുറ്റബോധം, ഗിൽറ്റി ഫീലിംഗ് ഒക്കെ ഫീൽ ചെയ്യുന്നത്. കാരണം വെച്ചാൽ നിങ്ങൾ എത്രത്തോളം സ്ട്രോങ് ആണ്, നിങ്ങൾ എത്രത്തോളം ബോൾഡാണ്, അതുപോലെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ എത്രത്തോളം ആത്മാർത്ഥത കാണിക്കുന്നു, വേറെ ആരും കാണിക്കാത്ത തരത്തിലുള്ള അറ്റാച്ച്മെന്റ് ഒക്കെ അയാൾക്കറിയാം. അപ്പോൾ അങ്ങനെ വന്ന ഒരാളെ ഞാൻ ഇത്രയും അവോയ്ഡ് ചെയ്ത് മാറ്റിയല്ലോ എന്ന് ഓർത്തിട്ടാണ് ഇപ്പൊ ഈ ഒരു പേഴ്സൺ വിഷമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. മേ ബി ഒരു സഡൻ ടെസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു കോൾ ആയിരിക്കും, അതല്ലെങ്കിൽ ഇതിനെപ്പറ്റി എന്തെങ്കിലും ഫ്രണ്ട്സ് വഴിയോ ഏതെങ്കിലും തരത്തിൽ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും. പിന്നെ അവരെ ശരിക്കും പറഞ്ഞാൽ വളരെയധികം ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? അതായത് നിങ്ങളെ എങ്ങനെയെങ്കിലുമൊക്കെ കോണ്ടാക്ട് ചെയ്യണം, ഏതെങ്കിലുമൊക്കെ തരത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നൊക്കെ ഓർത്തുകൊണ്ടൊക്കെ തന്നെയാണ് എപ്പോഴും ഈ ഒരു പേഴ്സൺ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഈ ഒരു വ്യക്തിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു കമ്മിറ്റ്മെന്റ് ഫിയർ ഉണ്ട്. അത് പാസ്റ്റ് ലൈഫിലെ ഇഷ്യൂസ് ഒക്കെ കൊണ്ട് തന്നെയാണ്. പക്ഷെ അതല്ലാതെ നിങ്ങളോട് ഇഷ്ടക്കുറവ് കൊണ്ടോ ഒന്നുമല്ല. പക്ഷെ നിങ്ങളെ നഷ്ടപ്പെടും എന്നൊരു പേടിയും ഒരു ഉള്ളിലുണ്ട്. മനസ്സിലായോ? അതുപോലെ തന്നെ ഒരുപാട് ട്രോമ കാര്യങ്ങളുണ്ട്. ഒരുപാട് ആൾക്കാർ അയാളെ റിജക്ട് ചെയ്തിട്ടുണ്ട്. അതായത് ലവ് റിലേഷൻ മാത്രമല്ല, അല്ലാതെ ഒരുപാട് വഞ്ചനകളും ചതികളും ഒക്കെ അയാള് ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അതൊക്കെ കൊണ്ട് തന്നെയാണ് ഈ ഒരു പേഴ്സൺ ഇങ്ങനെ തന്നെ ഇരിക്കുന്നത്. പക്ഷെ നിങ്ങളെന്ന വ്യക്തി അങ്ങനെയല്ല, നിങ്ങൾ എല്ലാവരിൽ നിന്നും ഡിഫറെന്റ് ആണ്. നിങ്ങൾ അങ്ങനെയുള്ള കുറെ പേടികളൊക്കെ ആ ഒരു പേഴ്സന്റെ ലൈഫിൽ നിന്ന് മാറ്റി എന്നൊക്കെ ഒരു ഉള്ളില് നല്ലതുപോലെ ഒരു ഫീലിംഗ് ഈ ഒരു പേഴ്സൺ ഉണ്ട്. അപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലോട്ട് വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സീരിയസ് ആയിട്ട് തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിട്ട് തന്നെ ഈ ഒരു റിലേഷൻ പോകുന്ന വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ റീഡിംഗ് തീർന്നിരിക്കുന്നു. താങ്ക് യു മൈ സോൾ ഫാമിലി.